ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെബ് ഡെവലപ്മെൻറ്റ് ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ കുറച്ച് ടാസ്കുകൾ തന്നിട്ടുണ്ട്. ഈ ടാസ്കുകൾ റൺ ചെയ്യുന്നതിൽ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിച്ച്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മുന്നേ ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വർക്കുകളാണ്. അപ്പോൾ ഇതിൽ ഞാൻ അഡീഷണൽ ആയിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെബ് ഡെവലപ്മെൻറ്റ് ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒരു ബ്ലാങ്ക് ഫോൾഡറാണ്. ഓക്കെ, ഞാൻ A to Z പറഞ്ഞു തരികയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഇനി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ VS കോഡ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ VS കോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോൾഡർ അതിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ഫോൾഡറാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതാണ് ഇവിടെ എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. ഇനി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാമ്പിൾ HTML ഫയലാണ്. ഞാൻ ഓരോ ടാസ്കിന് കൊടുക്കേണ്ട പേരെന്താണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം തന്നെ നിങ്ങൾ ചെയ്യുക. ഇത് ഞാനൊരു സാമ്പിൾ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ demo.js എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് JS അല്ല, നമ്മളിത് ഇമ്പോർട്ട് ചെയ്യല്ലോ. demo.html എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, demo.html നമ്മൾ VS കോഡിൽ കുറച്ച് എക്സ്റ്റൻഷനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് HTML5 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് വരേണ്ടതാണ്. ഓക്കെ, ഒരു ജസ്റ്റ് സാമ്പിൾ HTML ഡിഫൈൻ ചെയ്ത് ഒരു ടെംപ്ലേറ്റ് പോലെ ഡിഫൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ടാഗിനകത്താണെന്ന് പറയാറുണ്ട് അല്ലേ? അത്ര തന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ നമ്മൾ കോഡ് എഴുതുക. അപ്പോൾ സപ്പോസ് console.logനകത്ത് ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. ഇത്രയും മതി. പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇത്രയും പോർഷനിലൊന്നും ഇപ്പോൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കൺസോളിൽ കാണിക്കുക. അത്ര മാത്രമേ ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഇനി ഇതെങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ലൈവ് സെർവർ എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഗോ ലൈവ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിക്കും. നമ്മളിവിടെ വരുത്തുന്ന ചേഞ്ചസ് റിയൽ ടൈം ആയിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് വളരെ ബേസിക് ആയിട്ടാണ് പറയുന്നത്. ഇൻസ്റ്റാൾ ചെയ്തവർ അതിനനുസരിച്ച് ചെയ്യുക, അല്ലാത്തവർ അതെങ്ങനെയാണെന്ന് നോക്കി പഠിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ വളരെ ബേസിക് ആയിട്ട് ജസ്റ്റ് ഈ ഫയലാണത്. ഓക്കെ, നമ്മൾ ഈ demo.html നമ്മൾ VS കോഡ് വഴിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇത്. ഇതുമ്മ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ഓപ്പൺ വിത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസർ ഏതാ വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ബ്രേവ് യൂസ് ചെയ്യുന്നുണ്ട്. ക്രോം പോലത്തെ ഒരു ബ്രൗസർ തന്നെയാണ്. ഓക്കെ, ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കാണുന്നില്ല. അതിന് കാരണം എന്താണ്? നമ്മുടെ കോഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് ടാഗ് കൊടുക്കാം. demo.js എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കാണണ്ടേ, അതിന് വേണ്ടി കൊടുത്താണ്. ഒന്ന് റീലോഡ് ചെയ്യുക. demo.js നമ്മുടെ കോഡൊക്കെ വർക്കിംഗ് ആണ്. എന്നിട്ട് ഇൻസ്പെക്റ്റ് കൊടുക്കുക. ഇൻസ്പെക്റ്റ് കൊടുത്തിട്ട് കൺസോൾ എടുക്കുക. കൺസോൾ എടുത്തപ്പോൾ ഇവിടെ എന്ത് വന്ന്? ഹലോ വേൾഡ് വന്ന്. അപ്പോൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നതുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് HTML എന്തെങ്കിലും എഴുതിയിട്ട് ഇങ്ങനെ ചെയ്ത് തരേണ്ട ടാസ്ക് അല്ല ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്കിവിടെ എന്തെങ്കിലും കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് കൊടുക്കണം. സപ്പോസ് നമുക്കൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ലെറ്റ് നെയിം വേണ്ട എമൗണ്ട് ഈക്വൽ ടു 100. നമ്മൾ എമൗണ്ടിലേക്ക് 100 എന്നുള്ള ഒരു വാല്യൂ കൊടുത്തു. ഓക്കെ, ഇഫ് എമൗണ്ട് ഈസ് ലെസ് ദാൻ 100, ഞാൻ കൺസോൾ ലോഗിനകത്ത് യു ഡു നോട്ട് ഹാവ് എനഫ് മണി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എൽസ് പാർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ?
എൽസ് പാർട്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എന്താണ്, നോട്ട് മാറ്റിയിട്ട് യു ഹാവ് എനഫ് മണി എന്ന് കൊടുക്കും. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് സേവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇൻപുട്ട് ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ എമൗണ്ടിലേക്ക് ഒരു വാല്യൂ കൊടുത്തു, ആ വാല്യൂ ലെസ് ദാൻ 100 ആണെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് എനഫ് മണി, അല്ലെങ്കിൽ യു ഹാവ് എനഫ് മണി എന്ന് കാണിക്കും. ഓക്കെ, യു ഡോണ്ട് നോട്ട് വേണ്ട. ഓക്കെ, യു ഡോണ്ട് ഹാവ് എനഫ് മണി, യു ഹാവ് എനഫ് മണി. ഇത് നമുക്ക് സേവ് ചെയ്തിട്ട് ബ്രൗസറിൽ നോക്കിയാൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണൂല. ലൈവ് സെർവർ ആണെങ്കിൽ ഓട്ടോമാറ്റിക് റീലോഡ് ആവും. നമ്മൾ അവിടെ എന്ത് സേവ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്പോട്ടിൽ തന്നെ ഇവിടെ റിഫ്രഷ് ആവും. അതാണ് റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റീലോഡ് ചെയ്യണം. യു ഹാവ് എനഫ് മണി, കാരണം എന്താ, നമ്മളെ എമൗണ്ട് ലെസ് ദാൻ 100 അല്ല. 100 എന്നുള്ളത് ലെസ് ദാൻ എന്നുള്ളൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്തായി, എമൗണ്ട് ലെസ് ദാൻ 100 എന്ന് പറഞ്ഞപ്പോൾ യു ഹാവ് എനഫ് മണി എന്നാണ് കാണിച്ചത്. ഓക്കെ, ഇനി ഇവിടെ നമ്മളുടെ അടുത്തുള്ള മണീൻ്റെ വാല്യൂ ഒരു 99 ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതെന്തായി, 99 ലെസ് ദാൻ 100 ആണ്. സേവ് ചെയ്തു, ഇവിടെ റീലോഡ് ചെയ്യാണ്. യു ഡോണ്ട് ഹാവ് എനഫ് മണി. അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നത്, എമൗണ്ടിനനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കേസ് വരുന്നില്ല. നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് ഈ 2 ബ്ലോക്കും വർക്കായാൽ നമ്മുടെ പ്രോഗ്രാം സക്സസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ മറ്റു ടാസ്ക് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. എങ്ങനെ അത് റൺ ചെയ്യുക, അതിന് ഔട്ട്പുട്ട് എവിടെ കാണാം, എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള പോർഷൻസൊക്കെയാണ് പറയുന്നത്. ഇത്രയും മാത്രം നമ്മൾ ഇപ്പോൾ ചെയ്താൽ മതി. നമുക്ക് അല്ലാണ്ട് ഇവിടെ നമ്മളെ HTML ഈ ഡോക്യുമെൻ്റ് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ഇപ്പോൾ ചെയ്യണ്ട. അതിന് നമുക്ക് ടൈമുണ്ട്. ആദ്യം ജാവാസ്ക്രിപ്റ്റ് പക്കയാക്കണം എന്നുള്ളതാണ്. ഒരു ഇഫ് എൽസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണിക്കുന്നത്. ഇത് എല്ലാം ലൂപ്പും എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലായതിനു ശേഷം കുറച്ചും കൂടെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസൈനിങ്ങിൽ പോയി ആൾട്ടർ ചെയ്യുന്ന പോർഷൻസ് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഡൗട്ടുള്ളവരൊക്കെ ഇതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ.